നമ്മൾ ഏത് കാര്യം തീരുമാനിക്കുകയാണെങ്കിലും ചെയ്യുകയാണെങ്കിലും ആ വിഷയത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിലും അത് നമുക്ക് ഖൈറാണോ, അതുകൊണ്ട് നമുക്ക് നേട്ടമുണ്ടോ, അതല്ലാതെ നമുക്ക് പ്രയാസമാണോ ഉണ്ടാക്കുക എന്നൊക്കെ അറിയാനുള്ള ഒരു മാർഗമുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ വിഷയത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഇതെനിക്ക് ഗുണമാണോ അല്ലയോ എന്ന് റബ്ബിനോട് ചോദിക്കേണ്ട ഒരു മാർഗമുണ്ട്. ആ മാർഗമാണ് ഇന്ന് വീഡിയോയിൽ പറയുന്നത്. അപ്പൊ ഏത് വിഷയത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിലും ഈ ഒരു റൂട്ട് സ്വീകരിച്ചാൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഒരു കാവല് നമുക്കതിലുണ്ടാകും, അതിൽ അള്ളാഹുവിന്റെ ഒരു നോട്ടമുണ്ടാകും, അതിൽ നല്ലൊരു വിജയം നമുക്ക് ലഭിക്കാൻ സാധ്യമാകും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളൊരു വീടുണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്, ഒരു വാഹനം വാങ്ങിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്, ഒരു കച്ചവടം തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയാണ്, നമ്മുടെ മകനെ ആദ്യമായിട്ട് ഏത് സ്കൂളിലേക്ക് ചേർക്കണമെന്ന കൺഫ്യൂഷനാണ്, അല്ലെങ്കിൽ ഏത് വാഹനം വാങ്ങിക്കണമെന്ന കൺഫ്യൂഷനാണ്, അല്ലെങ്കിൽ ഇപ്പോൾ വാഹനം വാങ്ങിക്കണോ അല്ല വീട് പണി തുടങ്ങണോ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയങ്ങളിലും ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മളത് എന്താണ് അതിന് ചെയ്യേണ്ടത്? അത് ഈ പറയുന്ന ഒരു രൂപത്തിലേക്ക് അതിലേക്ക് ഇറങ്ങിയാൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം തോന്നിപ്പിച്ചു തരികയും ആ കാര്യത്തിലേക്ക് നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങാൻ സാധിക്കുകയും ചെയ്യും. അത്തരം ഒരു വിഷയമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് പഠിക്കാനും പ്രവർത്തിക്കാനും റബ്ബിന്റെ പൊരുത്തത്തിലും തൃപ്തിയിലുമായി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ ഏത് വിഷയത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു സഹായം ലഭിക്കാനും അള്ളാഹുവിന്റെ ഒരു പ്രത്യേക ഫത്ഹ്, ഒരു നസ്ർ ഒക്കെ നമ്മുടെ ആ വിഷയത്തിൽ ഉണ്ടാകാനൊക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വിഷയത്തിൽ കൺഫ്യൂസ്ഡ് ആയി നിൽക്കണം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാവുന്നില്ല, മക്കളെ കൊണ്ട് പ്രയാസപ്പെട്ട് നിൽക്കണം. അപ്പൊ മകന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു നല്ല ഖൈറായ തീരുമാനം അള്ളാഹു എനിക്ക് കാണിച്ചതാ, എന്റെ മോളെ വിഷയത്തിൽ എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല, വിവാഹം നടക്കുന്നില്ല, അതിലൊരു നല്ല ഖൈറായ കാര്യത്തിന് എനിക്ക് അറിയിച്ചതാ എന്നൊക്കെ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അമലാണ് ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഇത് കൃത്യമായി മനസ്സിലാക്കണം. ഇതിലുള്ള ആ രൂപം അതുപോലെ തന്നെ കൃത്യമായിട്ട് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് നല്ലൊരു ഫത്ഹ് ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള നല്ലൊരു വഴി തുറന്നു കിട്ടാനുള്ള കാരണമാകും. അതിന് ചെയ്യേണ്ട രൂപം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിസ്കാരത്തിന് വുളു എടുക്കുന്നത് പോലെ വുളു എടുക്കുക, കാമിലായ വുളു എടുക്കുക. നമ്മൾ ആ വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ തുടക്കം മുതൽ കൃത്യമായി ശ്രദ്ധിക്കണം. ഞാനൊരു 7 കാര്യങ്ങൾ ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ 7 കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നിസ്കാരത്തിന് വുളു എടുക്കുന്നത് പോലെ തന്നെ നിങ്ങൾ വുളു എടുക്കുക. അപ്പൊ ഒരു കാമിലായ വുളു എന്ന് പറഞ്ഞാൽ നമ്മൾ വുളുവിന്റെ എല്ലാ ആദാബുകളും വുളുവിന്റെ സുന്നത്തുകളൊക്കെ പരിഗണിച്ച് വുളു എടുക്കുക. സഹോദരിമാരാണെങ്കിൽ അവർക്ക് ഖിബിലക്ക് മുന്നിട്ട് വുളു എടുക്കൽ അത് പ്രത്യേകം സുന്നത്താണല്ലോ. ഖിബിലക്ക് മുന്നിട്ട് വുളു എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഖിബിലക്ക് മുന്നിട്ട് വുളു എടുക്കുക. അതിന്റെ എല്ലാ സുന്നത്തുകളും പരിഗണിക്കുക. സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രഷ് ചെയ്യേണ്ട സമയത്ത് ബ്രഷ് ചെയ്യുക, അതേപോലെ തന്നെ വായിൽ വെള്ളം കൊപ്പിക്കുകയും ആ മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റുന്ന രൂപം, അതിന്റെ സുന്നത്തായ രൂപത്തിൽ കാമിലായ രൂപത്തിൽ വുളു എടുക്കുക. നമ്മുടെ കൈയൊക്കെ കഴുകുന്ന സമയത്ത് കൈ കുറച്ചുകൂടെ കയറ്റി കഴുകൽ സുന്നത്താണല്ലോ, അത് പ്രത്യേകം എടുത്തു പറഞ്ഞ സുന്നത്താണ്. കൈ മുട്ടുവരെ കഴുകുന്നതിനേക്ക് അപ്പുറത്തേക്ക് ഈ തോളൻ കൈയിലേക്കും കൈ കയറ്റി കഴുകുക. കാല് കഴുകുമ്പോൾ കാല് സാധാരണ കഴുകുന്നതിന്റെ പരിധി വിട്ട് കുറച്ച് ഭാഗത്തേക്ക് കയറ്റി കഴുകുക, തല മുഴുവൻ തടവുക. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള മുഴുവൻ സുന്നത്തുകളും പാലിച്ച് കൃത്യമായ വുളു എടുക്കുക. ഈ മുഖവും കൈകാലുകളൊക്കെ കയറ്റി കഴുകുന്ന ആളുകൾക്ക് ഹദീസിൽ വലിയ ശ്രേഷ്ഠതകൾ അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഉമ്മത്തി യുദ്അഊന യൗമൽ ഖിയാമത്തി ഖുർറം മുഹജ്ജലീന മിൻ ആസാരിൽ വുളു. വുളുഇന്റെ അടയാളങ്ങളാൽ കൈകാലുകൾ വെളുത്തവരെ എന്ന് വിളിക്കപ്പെടുമെന്നാണ്. ഈ മുഖവും കൈകാലുകളൊക്കെ കയറ്റി കഴുകിയ ആളുകൾ ഈ മിസ്വാക്ക് ചെയ്ത് വുളു എടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, വുളു എടുക്കുമ്പോൾ ആദാബുകളൊക്കെ പാലിച്ച് വുളു എടുക്കുക. എന്റെ ഉമ്മത്തിന്റെ മേൽ ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക്കി ഇൻദ കുല്ലി വുളു.
എൻ്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാകുമായിരുന്നില്ല എങ്കിൽ ഞാൻ അവരോട് എല്ലാ വുളൂഇന്റെ സമയത്തും നിർബന്ധമായിട്ടും വുളൂ എടുക്കണമെന്ന് പറയുമായിരുന്നു. എൻ്റെ ഉമ്മത്തിന് അതൊരു പ്രയാസമാകുമെന്ന് വിചാരിച്ചിട്ടാണ്, എനിക്കും നിങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഒന്ന് പറയാതിരുന്നത് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്രമേൽ സുന്നത്തുണ്ട് ആ മിസ്വാക്ക് ചെയ്യുന്നതിനും മുഖവും കൈകാലുകളും കയറ്റി കഴുകുന്നതിനും എന്ന് ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ വുളൂ എങ്ങനെ എടുക്കുക? തതവല്ലഉ വുളൂഅക ലിസ്സലാ, നിസ്കാരത്തിന് വുളൂ എടുക്കുന്നത് പോലെ തന്നെ വുളൂ എടുക്കുക. ഓക്കെ, ഇപ്പൊ വുളൂ എടുത്തു കഴിഞ്ഞു. വുളൂ എടുത്തു കഴിഞ്ഞ ഉടനെ മുഖവും കയ്യും കണ്ണൊക്കെ മേൽപോട്ട് ഉയർത്തിയിട്ട് ആ വുളൂവിന് ശേഷമുള്ള ദുആ അത് ചെയ്യാം. നമ്മൾ വുളൂവിന് ശേഷമുള്ള ദുആ ഉണ്ടല്ലോ, ആ ദുആ കൃത്യമായിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ദുആ കൃത്യമായിട്ട് അതേപോലെ ചെയ്യാം. അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ദുആ ഉണ്ടല്ലോ, ആ ദുആ ചൊല്ലിയതിന് ശേഷം 3 ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്നുള്ള ആ സൂറത്ത് ചൊല്ലാം. അത് കഴിഞ്ഞിട്ട് നേരെ അവൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിസ്കാരത്തിന്റെ ആ മുസല്ലയിലേക്കോ അല്ലെങ്കിൽ എവിടെയാണോ, പള്ളിയിലാണെങ്കിൽ പള്ളിയിലാണുങ്ങളാണെങ്കിൽ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി വരാം. നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ 2 റക്അത്താണ് നിസ്കരിക്കേണ്ടത്. ആ നിസ്കരിക്കുന്ന സമയത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നു, ഇസ്തിഖാറത്തിന്റെ നിസ്കാരം നിസ്കരിക്കുന്നു എന്ന നിയ്യത്ത് കരുതുക. ഓക്കെ, ഇസ്തിഖാറത്ത് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ ഒരു ഖൈർ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കാനുള്ള സുന്നത്ത് നിസ്കാരം, സ്വലാത്തുൽ ഇസ്തിഖാറ. അപ്പൊ ഖൈറിനെ തേടിയുള്ള നിസ്കാരമാണ്. ആ നിയ്യത്ത് വളരെ അത്യാവശ്യമാണ്. അതാണ് ഈ വിഷയം പറഞ്ഞെടുത്ത് കാണാൻ ലാ ബുദ്ദ മിനൻ നിയ്യത്തി, ആ നിയ്യത്ത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ നിയ്യത്ത് വളരെ കൃത്യമായിട്ട് കരുതിയിട്ട് തന്നെ നിസ്കരിക്കുക. 2 റക്അത്താണ് സുന്നത്ത് നിസ്കരിക്കേണ്ടത്. 2 റക്അത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയതിന് ശേഷം സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന് തുടങ്ങി അവസാനിക്കുന്ന ആ സൂറത്ത് ഒന്നാമത്തെ റക്അത്തിൽ, വഫി റക്അത്തി സാനിയത്തി ബഅദൽ ഫാത്തിഹത്തി ബിസൂറത്തിൽ ഇഖ്ലാസ്, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്തിനെ കൊണ്ടുവരിക. അങ്ങനെ 2 റക്അത്ത് നിസ്കാരം സലാം വീട്ടിയതിന് ശേഷം, ആ സലാം വീട്ടിയതിന് ശേഷം അവന് റബ്ബിനോട് അവന്റെ കൈകൾ ഉയർത്തിയിട്ട് വളരെ വിനയാന്വിതനായി വളരെ അദബോടെ അച്ചടക്കത്തോടെ ഒരു അടിമയാണെന്ന ബോധത്തില് റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെ കാണുന്നുണ്ട്, ഞാൻ റബ്ബിനെ കാണുന്നില്ല, ഞാൻ നിസ്കരിച്ചത് ഈ കാര്യത്തിൽ ഒരു ഖൈർ ലഭിക്കാൻ വേണ്ടിയാണ് എന്ന നിയ്യത്തിൽ റബ്ബിന്റെ മുമ്പിലേക്ക് 2 കരങ്ങളും ഉയർത്തി വളരെ വിനയാന്വിതനായി വളരെ തവാളുവോടുകൂടെ ഒരു യജമാനന്റെ മുമ്പിൽ അടിമ നിൽക്കുന്നത് പോലെ അങ്ങനെയുള്ള ആ ഇരുത്തത്തിലിരുന്ന് റബ്ബിനോട് ദുആ ചെയ്യാം. ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ ദുആ ചെയ്യേണ്ട പദങ്ങൾ എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത് എന്നത് ഞാൻ കൃത്യമായി ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. അതേപോലെയാണ് നിങ്ങൾ ദുആ ചെയ്യേണ്ടത്. ആ ദുആ ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് ദുആ ചെയ്യുമ്പോൾ സ്വലാത്ത് കൊണ്ട് തുടങ്ങാം. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം, അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ് എന്ന് പറഞ്ഞ് ഇവിടെ ഞാൻ ഡിസ്പ്ലേയിൽ കാണിക്കും. ആ ദുആഇനെ അങ്ങനെ തന്നെ കൊണ്ടുവരിക. ആ ദുആഇനെ കൊണ്ടുവന്ന് അവസാനം സ്വലാത്ത് ചൊല്ലുക. അവസാനവും സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ചൊല്ലിയിട്ട് അത് ഇങ്ങനെ ചൊല്ലിയാൽ മതി. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ആ സ്വലാത്ത് എന്ന് ചൊല്ലിയതിന് ശേഷം അവസാനം നമ്മൾ ആമീൻ പറയണം. നമ്മളെ ദുആക്ക് നമ്മൾ ആമീൻ പറയണം. അങ്ങനെ ആമീൻ പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കുക. ഇതോടുകൂടെ ആ ഒരു പ്രവർത്തനം കഴിഞ്ഞു. ഇങ്ങനെയാണ് ചെയ്യേണ്ട രൂപം. അപ്പൊ ഏത് വിഷയത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിലും ഒരു നല്ല ദിവസം നോക്കിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു തീരുമാനം നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്നില്ല, നമുക്ക് റബ്ബിനോടല്ല പറയാന്, റബ്ബിന്റെ ഭാഗത്ത് നിന്ന് അതിന് നല്ലൊരു തീരുമാനം വരാന് ഈ ഒരു അമല് ധാരാളമാണ്. ഇത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു കൊടുത്തതാണ്. അതാണ് ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുനൽ ഇസ്തിഖാറത ഫിൽ ഉമൂരി കുല്ലിഹ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
ഞങ്ങളോട് എല്ലാ വിഷയങ്ങളിലും യുഅല്ലിമുനൽ ഇസ്തിഖാറത, എല്ലാ വിഷയങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഒരു ഖൈർ ലഭിക്കാൻ വേണ്ടിയിട്ട്, അത് ഖൈറാണോ ഷർറാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രത്യേക നോട്ടം അതിലുണ്ടാകാൻ വേണ്ടിയിട്ട് ഈ രൂപത്തിൽ ഞങ്ങളോട് ചെയ്യാൻ പറയാറുണ്ടായിരുന്നു. ഇദാ ഹമ്മ അഹദുക്കും ബിൽ അംർ ഫൽയർകഅ റകഅതൈൻ. അപ്പോ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി കഴിഞ്ഞാൽ, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെയായി കഴിഞ്ഞാൽ, ഇങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ച് ഈ രൂപത്തിൽ ചെയ്താൽ അതിന് നല്ല ഫലമുണ്ടാകുമെന്ന് മഹാന്മാർ, അങ്ങനെ ചെയ്തവർ പറയുന്നു. ഒരുപാട് ആളുകൾക്ക് അനുഭവമുള്ളതായിട്ട് അവരൊക്കെ അതിന് പറയുന്നു. ലിലിസ്തിഖാറത്തി കൈഫിയാത്തുൻ മുതഅദ്ദിദ. ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് ഒരുപാട് രൂപങ്ങളുണ്ട്. അതിൽ വന്നതാണ് ഫമിൻഹാ കമാ വറദ ഫിൽ ഹദീസ്. അതിൽ ഹദീസിൽ വന്നൊരു രൂപമുണ്ട്. ആ രൂപമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ചെയ്താൽ നല്ല റിസൾട്ട് അതിനുണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ അത് അതേപോലെ തന്നെ ചെയ്യാം. മഹാന്മാരൊക്കെ ഇതിനെ കുറിച്ച് പറഞ്ഞത് കാണാം. വഹാദിഹി ഇസ്തിഖാറത്തുൻ സ്വഹീഹത്തുൻ മുജറബത്തുൻ മിറാറൻ അദീദ. ഇത് പലതവണ ചെയ്തു നോക്കിയിട്ട് ഇത് ഫലം ലഭിച്ച നല്ല പവർഫുൾ ആയിട്ടുള്ള ഫലമുള്ള ഒരു അമലാണ്. വഖദ് ജറബതു ബിദ്ദുആഇ മിൻ ഗൈരി സ്വലാത്തിൻ. ഞാൻ നിസ്കരിക്കാതെ തന്നെ ഈ ദുആ മാത്രം ചെയ്തു നോക്കിയിട്ടും എനിക്കത് ഫലം ലഭിച്ചിട്ടുണ്ട് എന്ന് മഹാന്മാർ ഇതിനെ കുറിച്ച് പറയുന്നു. വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സ്തുതിക്കുകയാണ് അവർ അതിന് ഫലം ലഭിച്ചതിന്. അപ്പൊ ഇങ്ങനെ ഈ നിസ്കാരമില്ലാതെ ദുആ മാത്രം ചെയ്തിട്ടും ഫലം ലഭിച്ചവരുണ്ട്. അങ്ങനെ അനുഭവങ്ങൾ പറയുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു വിഷയം ഈ നിസ്കാരത്തോടു കൂടെ ചെയ്താൽ നല്ല ഫലം ലഭിക്കും. നിങ്ങൾ ചെയ്യുക. ഇസ്തിഖാറത്തിന്റെ നിസ്കാരം നല്ല ഫലമുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലോ. ആ ദുആ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിതാ ഇതിൽ എഴുതി കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഇത് ഹദീസിൽ വന്നതിന്റെ വിശാലമായ രൂപത്തിൽ നിന്ന് കടഞ്ഞെടുത്ത് നിങ്ങൾക്ക് വളരെ എളുപ്പമായി ലളിതമായി പറയാൻ പറ്റുന്ന ഒരു രൂപമാണ് ഇതിൽ പറയുന്നത്. നിങ്ങളിത് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി വെക്കുക. അവൻ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. اللهم إني أستخيرك بعلمك وأستقدرك بقدرتك وأسألك من فضلك العظيم فإنك تقدر ولا أقدر وتعلم ولا أعلم وأنت علام الغيوب. اللهم إن كنت تعلم أن هذا الأمر خير لي في ديني ومعاشي عاجل أمري وآجله فاقدره لي ويسره لي ثم بارك لي فيه. وإن كنت تعلم أن هذا الأمر شر لي في ديني ومعاشي وعاقبة أمري فاصرفه عني واصرفني عنه واقدر للخير حيث كان ثم ارضني بي എന്നാണ് ചൊല്ലേണ്ടത് ഇൻഷാ അല്ലാഹ്. ഈ ചൊല്ലേണ്ട രൂപമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല്, അല്ലാഹുവേ നീയാണ് എല്ലാം അറിയുന്നവൻ, നിനക്കാണ് എന്റെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ അറിവുള്ളവൻ നിനക്കാണ്, എനിക്കൊന്നും അറിയൂല. നീയാണ് എല്ലാ കാര്യത്തിന്റെ മേലും കഴിവുള്ളവന്, എനിക്കൊന്നും അറിയുകയുമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇറങ്ങാൻ പോകുന്ന, അല്ലെങ്കിൽ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുന്ന, ഈ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഈ വിഷയത്തിൽ അതിനെക്കുറിച്ച് നിനക്ക് കൃത്യമായി അറിയാം. അത് ഖൈറാണെങ്കിൽ ഈ ദുനിയാവിലും എന്റെ ജീവിതത്തിലും ഖൈറാണെങ്കിൽ അതിന് എന്നിലേക്ക് വളരെ പെട്ടെന്ന് നൽകണേ. അതല്ല എനിക്കത് പെട്ടെന്ന് എനിക്ക് നൽകണേ എന്നല്ല പറഞ്ഞേ, അതിൽ ബറക്കത്തും ചെയ്യണേ. ഇനി നേരെ മറിച്ച് അതെനിക്ക് ഷർറാണെങ്കിൽ ഈ ദുനിയാവിലും അതേപോലെ തന്നെ എന്റെ ജീവിതത്തിലും എനിക്ക് ഇതിന്റെ അവസാനം ആദ്യമൊക്കെ നോക്കുമ്പോൾ അത് വളരെ പ്രയാസമാണ് എന്നുണ്ടെങ്കിൽ എന്നെ തൊട്ട് നീ ആ കാര്യത്തിന് ഒഴിവാക്കണേ, എന്നെ ആ കാര്യത്തിനെ തൊട്ടും ഒഴിവാക്കണേ. നല്ല അർത്ഥമുള്ള ദുആ ആണ്.
അങ്ങനെയുള്ള ഒരു ദുആ ആണ് ഈ ദുആ. അതുകൊണ്ട് തന്നെ ഈ ഒരു അമൽ കൃത്യമായി ചെയ്താൽ അതിന് നല്ല ഫലമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ഒരടിമ ആ അടിമയുടെ റബ്ബിനോട് അവന്റെ വിഷയത്തില് പ്രത്യേകം സഹായം ചോദിക്കുന്ന, അതില് ഖൈറിനെ ചോദിക്കുന്ന ഒരു നല്ല രൂപമാണ് ഈ രൂപം. ഇതെല്ലാവരും ചെയ്യാം. ഇത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് സ്ഥിരപ്പെട്ടു വന്ന സുന്നത്താണ്. ആലിമീങ്ങളൊക്കെ ഈ വിഷയത്തില് ഏകോപിച്ച ഇജ്മാഉള്ള വിഷയവുമാണ്. അതുകൊണ്ട് തന്നെ ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ജാബിർ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത് ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിച്ചു. അപ്പോൾ ഇത് കൃത്യമായി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അള്ളാഹു നല്ല ഫലം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഏതു കാര്യവും നിങ്ങൾ ആ വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ നല്ലൊരു ഖൈറിനെ തേടിയിട്ട് അള്ളാഹുവിനോട് ആ വിഷയത്തിൽ ഖൈറിനെ തേടിയിട്ട് ഇറങ്ങിയാൽ അതിൽ വിജയമുണ്ടാകും, അതിൽ ഫത്ഹ് ഉണ്ടാകും. അതോടുകൂടെ തന്നെ ഏതു വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോഴും സ്വാലിഹീങ്ങളോട്, ആലിമീങ്ങളോട്, സയ്യിദന്മാരോട് അതിലൊക്കെ ഒന്നൊരു മുഷാവറാക്കിയിട്ട് അവരോടൊക്കെ ഒന്ന് അഭിപ്രായം ചോദിച്ചിട്ട്, ഉസ്താദെ ഞാൻ ഇന്ന വിഷയത്തിൽ ഇന്ന് ഇറങ്ങുന്നുണ്ട്, എനിക്കത് ഖൈറാവാൻ വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണം. അങ്ങനെ പരസ്പരം അങ്ങോട്ടൊക്കെ ദുആ വസിയത്തുകളൊക്കെ ചെയ്തിട്ട് ആ വിഷയത്തിലേക്ക് ഇറങ്ങിയാൽ നല്ല ഫത്ഹ് ഉണ്ടാകും ആ വിഷയത്തിലേക്ക്. അള്ളാഹു നമുക്ക് വലിയ സന്തോഷവും ജീവിതത്തിൽ ഖൈറൊക്കെ നൽകട്ടെ. നമ്മുടെ നൂറെ മദീന എന്ന് പറയുന്ന ആത്മീയ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെ 6:15 രാത്രി 7:15 നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ അതിൽ പങ്കെടുക്കാം. അതിൽ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നുണ്ട്, വിർദുൽ ലത്തീഫ് ചൊല്ലുന്നുണ്ട്, ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്നുണ്ട്, ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലിയിട്ട് ഓരോരുത്തരുടെയും മുറാദുകൾ പ്രത്യേകം പറഞ്ഞ് ദുആ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ പങ്കെടുത്ത, അസ്മാഉൽ ഹുസ്നയിലൊക്കെ പങ്കെടുത്ത ഒരുപാട് ആളുകൾക്ക് അള്ളാഹുവിന്റെ ഇസ്മുകളല്ലേ അതൊക്കെ ചൊല്ലിയിട്ട് ഒരുപാട് ഫലങ്ങൾ ലഭിച്ച അനുഭവങ്ങളൊക്കെയുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ അതിൽ പങ്കെടുക്കാവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഖൈറാത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. റജബ് മാസമാണ്. റജബ് മാസത്തിൽ ധാരാളം റബ്ബിലേക്ക് അടുത്ത് ജീവിച്ച് ഷഅബാനാകുമ്പോഴേക്ക് ഒന്നും കൂടെ അതിൽ ഒരു ഇംപ്രൂവ്മെന്റ് വരുത്തി റമളാനിൽ പൂർണ്ണമായും റബ്ബിലേക്ക് സമർപ്പിച്ച് ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കണം. റജബിലും റമളാനിലും ഷഅബാനിലൊക്കെ അള്ളാഹു നമുക്ക് ആയുസ്സിനെ നീട്ടിത്തരട്ടെ. എത്രയോ ആളുകള് ഈ ഷഅബാൻ വന്നപ്പോഴേക്ക്, റജബ് വന്നപ്പോഴേക്ക്, റമളാൻ വന്നപ്പോഴേക്ക് അവർക്ക് അതിനൊന്നും ഭാഗ്യം ലഭിച്ചില്ല അല്ലേ? പലരും ആറടി മണ്ണിലാണ്. കഴിഞ്ഞ ദിവസം വരെ നൂറെ മദീനയുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടവരുടെ ലിസ്റ്റ് വന്നിരുന്നു. അങ്ങനെ പലരും വിട പറഞ്ഞു പോകുന്നു. റബ്ബ് നമുക്ക് ആയുസ്സിനെ നീട്ടി തന്നിരിക്കുകയാണ്. ഈ ആയുസ് ഉപയോഗപ്പെടുത്തി റബ്ബിലേക്ക് അടുത്ത് ജീവിക്കാൻ, നമുക്ക് കിട്ടിയ അനുഗ്രഹം മനസ്സിലാക്കാൻ എത്രമേൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി അടുത്തൊരു റമളാന് സ്വീകരിക്കാൻ സാധിക്കുമോ എന്നറിയൂല. അപ്പൊ ഈ റമളാന് നമുക്ക് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് നാം അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നത്. റജബ് ഏതായാലും നമുക്ക് കിട്ടിയല്ലോ, റജബ് കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. റജബ് നല്ലോണം ഉപയോഗിക്കാം, നല്ലോണം ദിക്റുകൾ ചൊല്ലുക, നല്ലോണം തഹ്ലീലുകൾ ചൊല്ലുക. മാക്സിമം ഹറാമുകളിൽ നിന്ന് മാറി നിന്ന് പടച്ച റബ്ബിനെ തവക്കുലാക്കിയിട്ട് പടച്ച റബ്ബിലേക്ക് നമ്മുടെ കണ്ണും കാതും എല്ലാം അള്ളാഹു സൂക്ഷിക്കുന്നുണ്ട്, അള്ളാഹു ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഏകാന്തതയുടെ ഇരുളിന്റെ ഖബറിന്റെ അകത്ത് ചെന്ന് കിടക്കുമ്പോൾ ഞാൻ ഈ ദുനിയാവിൽ ചെയ്യുന്നത് എനിക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന ആ ഒരൊറ്റ ബോധ്യത്തോടുകൂടെ റബ്ബിലേക്ക് അടുത്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരോടും എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത്. ഇതിങ്ങനെ കേട്ട് കാതുകളിൽ ഇതിങ്ങനെ കേൾക്കുമ്പോൾ എപ്പോഴെങ്കിലും മനസാന്തരം വരാത്തവരുണ്ടാവൂലല്ലോ. ഞാൻ പറയുന്നത് 5 വഖ്ത് നിസ്കാരം ഒരു കാരണവശാലും ഒഴിവാക്കരുത്. നമ്മുടെ മക്കളും ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. നമ്മുടെ ഭാര്യ ഒഴിവാക്കരുത്, ഭർത്താവ് ഒഴിവാക്കരുത്. അതേപോലെ തന്നെ ജീവിതത്തിൽ കളവ് പറയരുത്, മദ്യം നുണയരുത്, ഹറാമ് കേൾക്കരുത്, ഹറാമ് കാണരുത്, ഹറാമിന്റെ ബന്ധങ്ങളിൽ ഏർപ്പെടരുത്. അന്യാണുമായും അന്യ പെണ്ണുമായും ഒരാളും തന്നെ സ്വന്തം ഇണയെ മറന്നുകൊണ്ടുള്ള ബന്ധങ്ങളെ സ്ഥാപിക്കരുത്. അതൊരാളെ വഞ്ചിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. അത്തരം ജീവിതങ്ങളൊന്നും ഒരു കാരണവശാലും അതൊന്നും ഒരു നിലയ്ക്കും ഖൈറിലെത്തൂല. അതൊക്കെ സമൂഹത്തിനിടയിലെ നാണം കെടാനും സമൂഹത്തിൽ നമ്മൾ വഷളാവാനൊക്കെ കാരണമാകുകയുള്ളൂ. സമീപകാലത്തെ വാർത്തകളൊക്കെ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വായിച്ചവരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ലതുപോലെ അവന്റെ തൃപ്തിയിലും പൊരുത്തത്തിലും ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.